പുതിയൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത്. നീലാംബരിയുടെ വിത്ത്, ഇല, ഓയിൽ ഒക്കെ ഇവിടെ നമ്മൾ ഒരുപാട് പരീക്ഷിച്ചിട്ടാണ് നീലാംബരിയുടെ ഓയിൽ ഒക്കെ ഉണ്ടാക്കുന്നത്. നീലാംബരി തന്നെ 7 വർഷമായിട്ടാണ് ഇവിടെ ഞാൻ പല കസ്റ്റമർക്കും അയച്ചു കൊടുക്കുന്നതും ഒരുപാട് കസ്റ്റമർ വന്നിട്ട് വിത്താണ് മേടിക്കുന്നത്. ഇല ഓയിലൊക്കെ ഇടയ്ക്കുള്ള കസ്റ്റമറാണ് മേടിക്കുന്നത്. അപ്പോൾ ഇത് നീലാംബരി അല്ല, ഇതൊക്കെ ഇവിടെ തൃശ്ശൂരിൽ ഇരിക്കേണ്ട പറയുന്നത് ഇല്ല. ഈ ഇല ഇങ്ങനെ ബാക്ക് തൊടുമ്പോൾ നമുക്ക് വേണമെങ്കിൽ പേരൊക്കെ എഴുതാം. ഈ ഇലയുടെ ബാക്ക് സൈഡാണ്. അപ്പോൾ നല്ല പച്ചയാണ്. ഇല ചേർത്തിട്ട് ഈ ഇല കൊണ്ട് ഉപകാരം കാൽമുട്ട് വേദന, കൈമുട്ട് വേദന, നമ്മുടെ അവിടെ ഇവിടെ എല്ലുവല്ല വേദനകൾക്കൊക്കെ ഒരു പ്രായമാകുമ്പോൾ സംഭവിക്കും. ഇത് പരത്തിന അപ്പം തന്നെ മാറുന്നുണ്ടില്ല. പക്ഷേ ഇതൊരു നാച്ചുറൽ റെമഡിയാണ്. ഓയിൽമെൻറ്റ് തൈലങ്ങളുടെ പോലെ അല്ല. നല്ലെണ്ണ ഒരു കുപ്പിയിൽ ഇതിൽ ഒരു 20 എണ്ണ, അത് അധികം വില വേണം. അങ്ങനെ വെയിലിൽ ഒരു 7 ദിവസം വെച്ചെടുത്ത ശേഷം ഈ ഇല അങ്ങനെ പിഴിഞ്ഞിട്ട് ഒരു കുപ്പിയിലേക്ക് കുറച്ച് ചൂടാക്കിയിട്ട് കുപ്പിയിലേക്ക് വെക്കണം. അപ്പോൾ വേദനയില്ല സ്ഥലത്തൊക്കെ നമുക്ക് പരത്താം. നല്ല പരത്തിട്ട് അവിടെ കയ്യാൽ അങ്ങനെ ഇടിച്ച് ചെറുതായിട്ട് അങ്ങനെ ഇടിച്ചിട്ടൊക്കെ അങ്ങനെ മസാജ് ചെയ്യണം. ഇവിടെ ഒരു കാൽമുട്ട് വേദന, കൈ പൊക്കാൻ പറ്റാത്ത ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നു. നിസ്കാര കുപ്പായൊക്കെ ഊരാൻ പറ്റുന്നില്ല, ഇങ്ങനെ കൈ സ്റ്റിക്കായതിനെ പോലെ. അപ്പോൾ ഇത് ഞാൻ അവർക്ക് തേച്ച് പരീക്ഷിച്ച് നോക്കി. അപ്പോൾ അവരുടെ കൈയൊക്കെ ഇപ്പോൾ കുഴപ്പമില്ലാണ്ട് പറഞ്ഞ് ഇപ്പോൾ വേദന പോലെ ഇടയ്ക്ക് വരും, അപ്പോൾ പരത്തും. അപ്പോൾ നമുക്ക് ഒരു പ്രായമാകുമ്പോൾ മുട്ടുടെ വേദന, എല്ല് വേദനയിലൊക്കെ ഉണ്ടാവും ചെയ്യും. അത് മരിക്കും വരെ ഉണ്ടാവും. അതില്ലാത്തവർ കുറവാണ്. എല്ലാ വേദനകൾക്കും ഇത് പരത്തിട്ട് നമ്മൾ കുറച്ച് നേരം നിന്നിട്ട് ചൂടുവെള്ളത്തിൽ കൂടി കുളിക്കാം. ഒരുവിധം നമുക്ക് സമാധാനം കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ഈ വേദനയൊക്കെ കൊണ്ടു നടക്കണം. ഞാനിത് കുറച്ച് പരീക്ഷിച്ച് നോക്കിയതാണ്. ഒരാൾക്ക് ഞാൻ കൊടുത്ത് അവർക്ക് പരീക്ഷിച്ച് നോക്കിയിട്ടാണ് വീഡിയോ ഇടുന്നത്. എൻ്റെ വീട്ടിലെയും ഇതിലെ തൈപ്പൊക്കെ ഉണ്ട്. കുറച്ച് കഴിഞ്ഞൊന്ന് ഇതിലെ തൈയൊക്കെ ചെറിയ തൈകളായിട്ടൊക്കെ പാക്കിങ് ചെയ്ത് വെക്കും. കസ്റ്റമർ വരുമ്പോൾ അവർക്കൊക്കെ കൊടുക്കുകയും ചെയ്യും.